കച്ചവടക്കാരനായ മാലിക് ഒരു സ്വപ്നം കണ്ടിരുന്നു. മിസ്റിൽ നിന്ന്, കൻആനിൽ നിന്ന് എനിക്കൊരു നിധി കിട്ടുമെന്ന്. ആ നിധി കിട്ടുമെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ജ്യോത്സ്യർ പ്രവചിച്ചത് പ്രകാരം ഇങ്ങനെ കച്ചവടം നടത്തൽ പതിവായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കിട്ടും എന്നൂരത്തെ പോതിൽ മാലിക്കും തകബ്ബറ കേമമായേ മോഹമേറി ശ്യാം കൊള്ളേ സാഫറ. അങ്ങനെ ജ്യോത്സ്യന്മാർ പ്രവചിച്ചതനുസരിച്ച് കൻആനിൽ നിന്നൊരു നിധി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് കച്ചവട വേളയിൽ. അപ്പോൾ അത് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കച്ചവടം നടത്തണം. വർഷത്തിൽ 2 വട്ടം നടത്തുന്ന ആൾ 3, 4 വട്ടം കച്ചവടം നടത്തുകയാണ്, കച്ചവടത്തിന് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒട്ട് നേരം ഭൂമി കൊള്ളെ നോക്കി അന്തെ നേരമേ ഊക്കിൽ കേട്ടൊരു വിളിയാ മാലിക്കേ നീ പാരുമേ 8ഉം 1ഉം കൊല്ലമിനി വിട്ട് പോണം പാരുവാൻ എന്ന് കേട്ട് ആശിക്കായ നാള് വന്ന് ചേരുവാൻ. അങ്ങനെ മാലിക്കിൻ്റെ കച്ചവടം കൊല്ലത്തിൽ 2 വട്ടം ഉണ്ടാകുന്നത് 4 വട്ടമൊക്കെ ആയപ്പോൾ അങ്ങനെ കന്നാനിലൊരു ദിവസം തമ്പടിച്ചപ്പോഴാണ് അവിടുന്ന് കിട്ടുന്നുള്ള ജ്യോത്സ്യൻ്റെ പ്രഖ്യാപനമുണ്ടല്ലോ. അവിടെ അങ്ങനെ തമ്പടിച്ചപ്പോഴാണ് മാലിക്കേ ഒരു അശരീരി അദ്ദേഹത്തിന് വരുന്നത്. ഇനി 9 കൊല്ലം കഴിഞ്ഞതിന് ശേഷമേ നിൻ്റെ ജ്യോത്സ്യന്മാർ പ്രവചിച്ച കാര്യം നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാലിക് ഇങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അലംഘനീയമായ വിധി വന്നിരിക്കുന്നു. കച്ചവടത്തിൽ നിധി കിട്ടുമെന്ന് പറഞ്ഞത് ഇതാ കിട്ടാൻ പോകുകയാണ്. അങ്ങനെ പതിവ് പോലെ അദ്ദേഹം കച്ചവടത്തിന് തിരിക്കുകയും കൻആനിൽ വന്ന് തമ്പടിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് സുന്നിടറിനെ ഫർഹിൽ അണ്ണറിട്ട കാലമ സുരനായ മാലിക് കഫില സമേതമ ബന്ധാണും വിന്നാടുത്ത് തമ്പടിച്ചിറങ്ങലായി പടുപെട്ട് വാരി തേടി ആകെയും പാരും അങ്ങനെ പതിവ് പോലെ തൻ്റെ കച്ചവടത്തിന് വേണ്ടി തിരിച്ചു എന്ന് മാത്രമല്ല കൻആനിൻ്റെ പരിസരത്തെത്തിയപ്പോൾ അവിടെ തമ്പടിക്കുകയും അങ്ങനെ മഹാനായ മാലിക് എന്ന് പറയുന്ന ആ മനുഷ്യൻ അവിടെ തൻ്റെ കാഫില സമേതം അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് വെറുതെ തമ്പടിച്ചതല്ല, ഒരല്പം വെള്ളം കിട്ടാൻ വല്ല വഴിയുമുണ്ടോ? ഇങ്ങനെ കിളികളൊക്കെ പാറിക്കളിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എന്തുണ്ടായിരിക്കും? വെള്ളം ഉണ്ടാകും. അപ്പോൾ ഇവിടെ വെള്ളത്തെ കിട്ടുമോ? കുറച്ച് വെള്ളം കിട്ടിയാൽ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി ഒരു ദിവസം ഇവിടെ തമ്പടിച്ച് പോകാം എന്നുള്ള എന്ന സ്ഥിതിയിലാണ് അവിടെ തമ്പടിച്ചിട്ടുള്ളത്. അങ്ങനെ അണ്ടരത്തിൽ നിന്നിറങ്ങി ഓർബുകൾ വിരൂപമായി ഇക്കും പാറിയം ദേ നേരമാ പാറിടും നേ അങ്ങനങ്ങൾ കണ്ട് തമ്പുകാരുമാ പാടിടൈ കോഫകത്തിൽ ഉണ്ട് നല്ല നാരമാ. അങ്ങനെ കാഫില സംഘത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ പോയി. അപ്പോൾ അവിടെ ഒരു പൊട്ടക്കിണർ കണ്ടു എന്ന് മാത്രമല്ല അവിടെ വെള്ളമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കൊട്ടക്കോരിയുമായി അല്ലെങ്കിൽ ബക്കറ്റുമായി അല്ലെങ്കിൽ തോൽപാത്രവുമായി അത് ആ കിണറ്റിൻ്റെ അടുക്കിലേക്ക് നീങ്ങുകയാണ്. കവി അരങ്ങം മുത്തുക്കോയ തങ്ങൾ വിവരിക്കുന്നു. കുറി മാലിക്കന്ന് തൻ്റെ 2 അടിമയോടുമേ കൂടി കൽപ്പന പടിബു സിറയും ബാഷിറുമേ നേരെ ചെന്ന് അന്തേ ഓലെ കൊട്ട ഓറാടുക്കലായി നേരിടുമ്പൾ ചുറ്റി നിന്ന് ശകുണികൾ പറക്കലായി. പരിസരം വീക്ഷിച്ച അവിടെ കാടിൻ്റെ ഉള്ളിൽ ഒരു കിണർ കണ്ടു. ആ കിണറിലേക്ക് വെള്ളം കോരാൻ വേണ്ടി അവരുടെ ബക്കറ്റുമായി സാധനങ്ങളുമായി സാമഗ്രികളുമായി അവിടെ ചെന്നു. അങ്ങനെ കൊട്ട ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ബീറതിൻ്റെ നേരെയെത്തി കൊട്ട ഓറിറക്കലായി വേറെ വാർത്താറാവി മാറി ആനതൈ ഊരക്കലായി.
അങ്ങനെ വെള്ളം കോരാൻ വേണ്ടി കുറച്ച് വെള്ളം കിട്ടാൻ വേണ്ടി അവർ ഒരുപാട് ആഴമുള്ള 400ഓളം ആഴമുള്ള ആഴമുള്ള കിണറ്റിലേക്ക് അവരുടെ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇറക്കട്ടെ, നിങ്ങളുടെ ശ്രദ്ധ കിണറിൻ്റെ അരികിലേക്ക് അടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടിയിൽ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതെന്താണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റഈസുൽ മുഫസ്സിരീൻ മഹാനവറുകൾ വിവരിക്കുന്നു. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. മാറി ഈ കഥ റാവി ഇബ്നു അബ്ബാസ് പറയുന്നേ, മണിയൂസുഫിവർ പേരിൽ വസിച്ചിടും നേ. ഒരു ദിനം വടിവേറും സ്വരൂപത്തിൽ ജിബിരിയിൽ വന്നേ. കിണറ്റിൻ്റെ അടിയിലുണ്ടായ അത്ഭുത സംഭവം എന്ത് അറിയണ്ടേ? അടുത്ത എപ്പിസോഡിൽ.